ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ബോർഡ് കണ്ടപ്പോൾ ചിലപ്പോൾ മനസ്സിലാവും ഞങ്ങളെ അടുത്തുള്ളൊരു മന്ദിറാണിത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ എന്ത് വിശേഷം എന്നായിരിക്കും ആദ്യം ഞങ്ങൾ ഇവിടുത്തെ സ്ഥലത്തിൻ്റെത് പറയാം. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പാമ്പുകളുള്ള ഏരിയ ആണ്. പാമ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയുള്ള ആൾക്കാരായിരിക്കും നമ്മൾ കൂടുതൽ ആൾക്കാരും. അതിൽ മുന്നിലാണ് ഞാൻ. സത്യം പറഞ്ഞാൽ പാമ്പിൻ്റെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് പേടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഞാനിവിടെ ഡെയിലി പാമ്പിനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു എന്താ പറയുക, റൂമിലൊക്കെ കയറുമ്പോൾ തന്നെയും പേടിയാണ്, അകത്തെങ്ങാനും ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ്. അപ്പോൾ നമ്മളിവിടെ കൂടുതലും നമ്മുടെ കാർബോളിക് ആസിഡ് പോലത്തെ സംഭവങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു അമ്പലം, ഇനി അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു അമ്പലം എന്ന് പറഞ്ഞാൽ ഫുള്ള് ഞാൻ ഫസ്റ്റ് പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയ കാര്യമാണ്. ഞാൻ ഇതുപോലൊരു അമ്പലം ഞാൻ കണ്ടില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് മണി കെട്ടുക എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്, കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞ കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പോയിട്ട് മണി കെട്ടുകയാണെങ്കിൽ നമ്മുടെ പാമ്പ് കടിയിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടും എന്നുള്ള രീതിക്കാണ്. ഇപ്പം ഞാൻ കുറച്ച് കാലമായിട്ട് അങ്ങനെ അമ്പലങ്ങളിലൊന്നും പോവില്ലായിരുന്നു. അപ്പോൾ പാമ്പിൻ്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് ഇവിടെ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്കും അറിയില്ല കറക്റ്റായിട്ട് എന്താ ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രവും കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഹസ്ബൻഡ് എന്നെ തമാശയാക്കാൻ പറഞ്ഞതാണോ എന്താണെന്നൊന്നും ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയ സമയത്ത് പല തരത്തിലുള്ള, പല സൈസിലുള്ളത്, പല തരത്തിലുള്ള പല ശബ്ദങ്ങളാണ് വരുന്നത്. എനിക്കും മോനും ഞാൻ ഫുള്ള് ഇതൊക്കെ ഇങ്ങനെ ഓരോ തരത്തിലുള്ളതൊക്കെ മണി ഇങ്ങനെ അടിച്ചുകൊണ്ടേ നടന്നു. അപ്പോൾ പല പല സൗണ്ടാണ് അതൊന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളും വാങ്ങിയിട്ട് കിട്ടി. അവിടെ ഹസ്ബൻഡും മോനും അവിടുന്ന് വാങ്ങി. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഷോപ്പുണ്ട്. ഇതൊക്കെ പൂജാ സാധനങ്ങളും ഇതൊക്കെ കിട്ടാനുള്ള മണിയൊക്കെ വാങ്ങാനുള്ള ഷോപ്പ് അതിൻ്റെ ഉള്ളിലുണ്ട്, ചെറുതായിട്ടുള്ള. അപ്പം ഞാൻ അവിടെ ഉള്ള ആളെടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരൊരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇപ്പം തന്നെ അത്യാവശ്യം ഒരു കാട് പിടിച്ച പോലത്തെ സ്ഥലമാണ്. പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുന്നേ അതുപോലുള്ളൊരു കാട് ആയിരുന്നു ഇവിടെ, വനപ്രദേശമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്ന കാവൽക്കാരനാണ്, കാവൽ ദേവതയാണ് ഈ കെത്രപ്പാൽ ബാബ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തുകാർ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടേതായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മണി കെട്ടുകയാണെങ്കിൽ അവരെ രക്ഷിച്ചോളും കാത്തോളും എന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. അതായത് എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഇതേപോലെ തന്നെ സൈനികരും കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾക്ക് അവരെ ദൗത്യമായിട്ട് പോകുമ്പോഴൊക്കെ ഇവിടെ വന്ന് മണി കെട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഈ ബാബ കാത്തോടുന്നുള്ളതാണ് അവരെ വിശ്വാസം. അതേപോലെ തന്നെ പാമ്പ് കടി കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്നുള്ളതും ഒരു വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് പണ്ട് കാടായതുകൊണ്ട് അത്രത്തോളം പാമ്പ് ഇപ്പോഴും പണ്ടത്തെ രീതിക്കുള്ള കാടില്ലെങ്കിലും അങ്ങനെയുണ്ടല്ലോ. അപ്പം ഞങ്ങൾ അവിടെ ഉള്ള സമയത്ത് തന്നെ ഒരു പാർട്ടി അവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കല്യാണ പെണ്ണ് മാതിരി ഒരുങ്ങിയിട്ടൊക്കെ ഉള്ള ആൾക്കാർ. അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവരെന്തോ പരിപാടിയുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള പൂജയ്ക്ക് വേണ്ടിയിട്ട് വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് അവരുടെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ ഇതല്ല, ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കഥകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. നമ്മളോട് അതിൻ്റെ ഉള്ളിലുള്ള ആളെടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നൊരു കാര്യമാണിത്. അതേപോലെ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ, അതായത് ഓരോ യാത്ര പോകുന്ന സമയത്തും അത് തടസ്സമൊന്നും നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് കെട്ടുന്നതെന്ന്. അതിപ്പോൾ അവർ ആ കാര്യങ്ങൾ കഴിഞ്ഞ് അവർ തിരിച്ച് വന്നു കഴിഞ്ഞാലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനെയൊക്കെയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഭണ്ഡാരമൊക്കെ ഉണ്ടാവും, അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് അതുണ്ടാവുക. ഉച്ച സമയത്തൊക്കെ എപ്പോഴും അല്ല, എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം മിലിറ്ററി ഏരിയൻ്റെ ഉള്ളിലായത് കാരണം സിവിലിയൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അത്രയും രീതിയിൽ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊരു കുളമൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് വെളിച്ചത്തിൽ പോകാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ പോയി ലേറ്റായി പോയത് കാരണം ഈ ഒരു ലൈറ്റും കാര്യങ്ങളോട് കൂടിയിട്ടാണ് ഞങ്ങൾ കണ്ടത്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ 2-3 കുഞ്ഞു മണി വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു. മോൻ ഭയങ്കര പ്രാർത്ഥനയൊക്കെയായിരുന്നു, പാമ്പ് കടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവർ പറയുന്നതെന്ന് വെച്ചാൽ, പിന്നെ ഈ മണിയടി ശബ്ദം കൊണ്ട് നെഗറ്റീവ് എനർജിയൊക്കെ മാറി നിൽക്കും എന്നുള്ള രീതിക്കാണ് അതാണ് അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, നമ്മൾക്ക് ആകെ ഒരു ഉദ്ദേശമേ ഉള്ളൂ, പാമ്പ് കടിക്കാതിരിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ഡെയിലി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പേടിയാണ്. ഇപ്പോൾ ഈ തണുപ്പും കാലങ്ങളൊക്കെ ആയതുകൊണ്ട് പുല്ലൊക്കെ ഒന്ന് കരിഞ്ഞത് കാരണം പാമ്പിനെയൊക്കെ ഇപ്പോൾ അത്യാവശ്യം കാണുന്നത് കുറവാണ്.
അല്ലെങ്കിൽ ഡെയിലി കാണും തവള പാമ്പ്, ഇതിനെ രണ്ടിനെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മണി കെട്ടിയിട്ടുണ്ട്, ഞങ്ങളെയും കാത്തോളൂ എന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബിഹൈൻഡ് എന്തെങ്കിലും സ്റ്റോറീസ് ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞതല്ല ഇതിൻ്റെ ഹിസ്റ്ററി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ എങ്ങാനൊന്ന് പറഞ്ഞു തരണം. നമുക്ക് ഓരോ പുതിയ അറിവുകൾ കിട്ടുന്നതല്ലേ. നമ്മളിങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്നത്. അല്ലാണ്ട് നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകുമ്പോൾ കൂടുതലും ഇങ്ങനത്തെ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. ഇത് ഈ സമയം 2 പ്രാവശ്യമായിട്ട് പോയിട്ട് എടുത്ത വീഡിയോസാണിത്. 2 പ്രാവശ്യം ഞങ്ങൾ വൈകിപ്പോയി പോവാൻ. ഇവിടെ ഇവർക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ലേറ്റ് ആവും. കുറച്ചങ്ങ് കാട്ടിൻ്റെ ഉൾഭാഗത്തൂടെ പോകാനുണ്ട്. കാടല്ല, റോഡുണ്ട്, എന്നാലും അപ്പോൾ അങ്ങനെ പോകാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മാത്രമായി പോയില്ല, ഇവരെയും കൂടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിങ്ങോട്ടേക്ക് പോന്നു. ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.